ഇതാണോ ഇതിന്റെ ബ്ലൗസ്? അതെ മാഡം. ആണോ? ഒന്ന് മാറി ചേച്ചി, ഈ കളർ ചേച്ചിക്ക് നന്നായിട്ട് ചേരുമല്ലോ. പക്ഷേ കളർ മോൾക്ക് നന്നായി ചേരുക. ഓക്കെ, ഇതെനിക്ക് നല്ലല്ലേ? വേറൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? ഈ അശ്വതി ചേച്ചി വരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ആര്? അശ്വതി ചേച്ചി. അശ്വതി ചേച്ചി വരാതിരിക്കുന്നേ നല്ലത്. ഇതൊന്ന് നിർത്തു. ഇതിനെന്താ വില? 59,000. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലല്ലോ. ചിലപ്പോ ഹോട്ടലാണെങ്കിലേ റിങ് കേട്ടിട്ടുണ്ടാവില്ലേ ചേച്ചി? ഇടി സാരി നോക്ക്, 59,000ന്റെ സാരിയാ. നീ കണ്ടോ? നിനക്കിത് ഇഷ്ടമായോ? ഇവളുടെ തലയ്ക്കകത്ത് ആളും താമസമൊന്നുമില്ല, പണ്ടാരാണ്ട് പറഞ്ഞ പോലെ. എനിക്ക് ചേരും. അത് അവിടെ നിന്നും പോയി. ഇതൊന്ന് മാറ്റി വെച്ചോട്ടോ. ഒരു മിനിറ്റ്, നല്ലയാളാ. നീ ഇതെവിടെ ആയിരുന്നടേ? ഓ, അതാ അപ്പച്ചി, മുംബൈയിൽ നിന്നൊരു കോൺഫറൻസ് കോള്. സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. ഇവളെന്തോരം വിഷമിച്ചെന്നറിയോ നീ വരാൻ? അല്ല ചാരു, ഡ്രസ് സെലക്ട് ചെയ്തില്ലേ? സെലക്ട് ചെയ്തില്ല, ചുമ്മാ നോക്കായിരുന്നു. കൊട്ടേടം വരട്ടെ എന്ന് വിചാരിച്ചു. ആണോ? ഇപ്പൊ ഞാൻ വന്നല്ലോ. ഇനി സെലക്ട് ചെയ്തോ? അല്ല ചാരുവിന് സാരിയാണോ ധാവണിയാണോ ഇഷ്ടം? അതൊക്കെ കുട്ടേട്ടൻ തീരുമാനിച്ചാ മതി. എന്നാ സാരി എടുക്കാം. എടാ ബാബുക്കുട്ട, ഞാനൊരു പട്ടുസാരി നോക്കി വെച്ചിട്ടുണ്ടേ. മോളെ കല്യാണി, നിനക്കെന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. അവിടെ ഒരു എന്തോടി വേണ്ട വേണ്ടെന്ന് അവനല്ലേ പൈസ കൊടുത്തു. വേണമെങ്കിൽ വല്ല നോക്ക്. ചേച്ചി അതിങ്ങടുത്തേ. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് നോക്കി, ഇത് ഒറിജിനല്ലേ? ഇതെങ്ങനുണ്ട്? ഇഷ്ടപ്പെട്ടോ ചാരു? നല്ലല്ലേ? കൊള്ളാം 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 കൊള്ളാം. വേറെ നോക്കണോ? ഇഷ്ടമുള്ള എടുത്തോ. അയ്യോ, ഇതിന് 59,000 രൂപയോ? ഈ കാശുണ്ടെങ്കിലേ 100 സാരി വേറെ വാങ്ങാലോ. അതൊന്നും സാരമില്ല അപ്പച്ചി, കല്യാണം ഒരിക്കലല്ലേ ഉള്ളൂ. കാശൊന്നും നോക്കണ്ട, എടുത്തോ. ചാരുവിന്റെ സന്തോഷമല്ലേ എനിക്ക് വലുത്. അങ്ങനെയാണെങ്കിലേ ഞാനിവിടെ ഇതുപോലത്തെ ഒരു സാരി എടുക്കുവാണേ. എന്റെ സന്തോഷം നിനക്ക് വലുതല്ലേ? അത് നോക്കി. ഇതാണോ? അതല്ല അതല്ല, അത് ഇതല്ലേ? അത് തന്നെ. ഹലോ അക്കുച്ചേട്ടാ, എവിടെ പോയതാ? അശ്വതി ചേച്ചിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. എന്നിട്ടോ? സഞ്ജീവിനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ചേച്ചി അങ്ങോട്ട് വരുന്ന വഴിക്കാ സംഭവം. അയ്യോ, എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? റോഡിൽ വെച്ച് ചെയിൻ സ്ക്രാച്ചിങ് ആയിരുന്നു. അയ്യോ, ചെയിൻ സ്നാച്ചിങ്ങോ? അതെ, അങ്ങനെ വീണതാ. അപ്പച്ചിയുടെ ഒരു കാര്യം, കഴുത്തില് മാല കുടുങ്ങി ചെറിയ മുറിവുണ്ട്. അതിനിടയ്ക്ക് ഒന്ന് വീണപ്പോ തോളിലും ചെറിയ ചതവ് പറ്റി. എവിടെ വെച്ചായിരുന്നു? 20 പറമ്പിന് അടുത്തുള്ള റോഡിൽ വെച്ചായിരുന്നു. ആണോ? ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാം. ഓക്കെ. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ? അതെ,
ഓ എന്താ ചാരു? എനിക്കൊന്ന് സഞ്ജീവിനി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണായിരുന്നു. ആ ആ എന്താ? അശ്വതി ചേച്ചി ഒന്ന് വീണൂന്ന്. ആ വീണതൊക്കെ അവിടെ തന്നെ കിടക്കും. ഇവിടെ ഇപ്പൊ ഒരു നല്ല കാര്യം നടക്കുക. അത് കഴിഞ്ഞ് മതി ഹോസ്പിറ്റലല്ല. ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ. ഓ പിന്നെ വന്നു. നമുക്ക് പോണ്ടേ കുട്ടേട്ടാ? ആ നമ്മളല്ലേ അന്വേഷിക്കേണ്ടത്? പോവാം. ശരിയാ പോവാം. എന്നൊന്ന് ബൈക്കിൽ കൊണ്ടാക്കി തരാവോ? ആ ഏയ് അതൊന്നും പറ്റില്ല. പോകുന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയാ മതി. ഇവനിവിടെ നിൽക്കട്ടെ. പകുതി പോലും സെലക്ട് ചെയ്തില്ല. അപ്പഴാ. ആ അപ്പച്ചി ഞാൻ ചാരുവിനെ കൊണ്ടുവിട്ടിട്ട് പെട്ടെന്ന് വരാം. ഏ പെട്ടെന്ന് എടാ, വരാം. അപ്പൊ ഇവിടുത്തെ ബില്ലോ ബില്ലൊക്കെ മേടിച്ച് വെച്ചോ, ഞാൻ വന്നിട്ട് സെറ്റിൽ ചെയ്യാം. ഞാൻ ഇപ്പൊ വരും. ആ, ബാ. മേടിച്ചു വെക്കാനോ? എടാ വാ. ശ്ശോ, കൊണ്ട് കാണിച്ചു കൂട്ടിയെ. മേടിച്ചു വെക്കാല്ലേ? ഇനി വരുമെന്ന് ദൈവത്തിനറിയാം. ഒന്ന് വേഗം വാ. ഇപ്പോൾ 1 ഹവറായി. 20 പറമ്പ് റോഡിൽ വെച്ചായിരുന്നു സംഭവം. ഇപ്പോൾ സഞ്ജീവനി ഹോസ്പിറ്റൽ അഡ്മിറ്റാ. എൻ്റെ പേര് ആകാശ് ബാലൻ. PWDയിലാണ് ജോലി. ആ ശരി ശരി ഓക്കെ സാർ. ഇതാ വരുന്നു. അക്കുച്ചേട്ടാ ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ഏയ് കുഴപ്പമൊന്നുമില്ല. വീണതിൻ്റെ ചെറിയൊരു ഷോക്ക്. ഇപ്പോൾ നോർമലായി. റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്കാനിങ് റിപ്പോർട്ട് ഉടനെ കിട്ടും. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും. പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. കുട്ടേട്ടാ ആ ഒന്നിങ്ങി വന്നേ. ഒരു കോൾ ഉണ്ട്. ചാരു അങ്ങോട്ട് പൊക്കോ. പോയി ചേച്ചിയെ കണ്ടോ? അവിടെ അപ്പച്ചയെ കാത്തിരിക്കല്ലേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കുട്ടേട്ടൻ പോവല്ലേ? നമുക്കൊന്ന് ചേച്ചിയെ കണ്ട് ഒരുമിച്ച് പോവാം. ആ വാ. വാ.